നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിക്ടേഴ്സ് ചാനലിൽ 7ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് മാത്തമെറ്റിക്സിൻ്റെ ക്ലാസ് ആയിരുന്നു. അതിൻ്റെ ആക്ടിവിറ്റി സോൾവിംഗ് ആണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 61, ടെക്സ്റ്റിലെ പേജ് നമ്പർ 61 ആക്ടിവിറ്റിയാണ് ടീച്ചർ ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2⁵5 × 2⁵3 ÷ 2⁴. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. അതിനു മുമ്പ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം കുറച്ച് വസ്തുതകൾ മനസ്സിലാക്കി വെച്ചേക്കണം. ആ വസ്തുതകൾ എന്തെല്ലാമാണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു തരും കേട്ടോ. x⁻m × x⁻n ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് x⁻m + n ആയിരിക്കും. ഇത് ഇതേപോലെ നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇത് മനസ്സിലായല്ലോ. x⁻m × x⁻n, അതായത് 2�6× 2⁸ എന്നൊക്കെയാണ് പറഞ്ഞെങ്കിൽ നമുക്കിവിടെ ആൻസർ എന്ന് പറയുന്നത് 2�6+ 8 എന്നായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആ 6ഉം 8ഉം കൂടെ കൂട്ടി അവിടെ 2ൻ്റെ പവറായിട്ട് എഴുതിയാൽ മതിയാകും. ഈ ഒരു പോർഷൻ മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്തതിലോട്ട് കിടക്കുകയാണ്. x⁻m / x⁻n ആണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ചെയ്യാനുള്ള എങ്ങനെയെന്ന് അറിയാമോ? x⁻m - n, ഈ ഇതിൻ്റെ കൃതികൾ അല്ലെങ്കിൽ പവറിനെ നമ്മൾ തമ്മിൽ കുറച്ചാൽ മതി. x⁻m - n. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? m എന്ന് പറയുന്നത് n-നെക്കാട്ടിലും വലുതായിരിക്കണം. എങ്കിൽ മാത്രം x⁻m - n ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് ഇവിടെ x-ന് പകരം ഞാൻ ഇപ്പോൾ 2 കൊടുത്തു. 2⁸ / 2⁻² ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യണം? 2⁻m എന്ന് പറയുമ്പോൾ 8 ആണല്ലോ. അപ്പോൾ 8, n എന്ന് പറയുമ്പോൾ 2 ആണ്. 8 - 2 ചെയ്താൽ മതി. അതായത് 2�6 എന്ന് കിട്ടും നമുക്ക് ആൻസർ. ഇത് മനസ്സിലായോ? ഈ ചെയ്തേക്കണം. കാരണം ഇവിടെ m എന്ന് പറയുന്ന 8, n എന്ന് പറയുന്ന 2-നെക്കാട്ടിലും വലുതാണ്. അപ്പോൾ നമ്മളിവിടെ x⁻m - n ചെയ്താൽ മതി. അതായത് 2⁸ - 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 2�6 എന്ന് കിട്ടും. ഇനി x⁻m / x⁻n ഇവിടെ നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഈ m എന്ന് പറയുന്നത് n-നെക്കാട്ടിലും ചെറുതാണെങ്കിൽ, അതായത് n ആണ് വലുത്, m ചെറുതാണെങ്കിൽ നമ്മളിവിടെ എന്താ ചെയ്യാലെന്നറിയാമോ? 1/, എന്നിട്ടിട്ട് x⁻n - m ചെയ്യണം. മനസ്സിലായോ? അതായത് ഡിവൈഡഡ് ബൈ 1/, എന്നിട്ടിട്ട് x⁻n - m എന്ന് നമ്മൾ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം n ആണ് ഇവിടെ വലുത് അല്ലേ? അതായത് ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ഇവിടെ ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാൻ 2 ഇട്ടു, എത്രയേ ഉള്ളൂ. 2⁻10 / 2⁻13 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ n എന്ന് പറയുന്നത് 13 ആണ്, m എന്ന് പറയുന്നത് 10 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഏതാ വലുത്? n ആണ് വലുത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? 1 / 2⁻n എന്ന് പറയുന്നത് 13 - 10 ചെയ്താൽ മതി. അതായത് 1/2�3 നമുക്ക് കിട്ടും. മനസ്സിലായോ? 1/2�3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2⁵ × 2⁵3 ÷ 2⁴ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഈ പോർഷൻ ചെയ്യണം. 2⁵ × 2⁵3 എന്നുള്ളത്. 2⁵ × 2⁵3 ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് x⁻m × x⁻n എന്ന് പറയുമ്പോൾ എന്താണ് x⁻m + n. അപ്പോൾ 2⁵5 + 3 എന്ന് നമ്മൾ ചെയ്യണം. 2⁵5 + 3 ÷ 2⁴ അതേപോലെ നമ്മൾ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? 2⁵5 + 3 എന്ന് പറഞ്ഞാൽ 2⁸ / 2⁴. ഇനി നമ്മൾ ഇതിനെ ചെയ്യണം. 2⁸ / 2⁴, അതായത് x⁻m / x⁻n. ഇവിടെ 8ഉം 4ഉം കമ്പയർ ചെയ്തിട്ട് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് നോക്കണം. ഏതാണ് വലുത്? ഇവിടെ നമ്മുടെ 8 ആണ് വലുത് അല്ലേ? അപ്പം അതായത് x⁻m / x⁻n ചെയ്യുമ്പോൾ m ആണ് ഇവിടെ വലുത്. അതായത് m-ൻ്റെ സ്ഥാനത്തുള്ള 8 തന്നെയാണ് വലുത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2⁻m - n, അതായത് 2⁸ - 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2⁴ എന്ന് കിട്ടും. നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്? 2⁴. മനസ്സിലായോ?
അപ്പോൾ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതായത് 2⁵ എന്നുള്ളത് എനിക്കിവിടെ എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ അതായത് പവർ ആയിട്ടല്ലേ എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ എഴുതാൻ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന സാമഗ്രികൾ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സോൾവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 2⁵ എന്ന് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് എഴുതണം? 2⁵ എന്ന് എഴുതണം. എന്നിട്ട് ഡിവൈഡഡ് ബൈ 2⁴ എന്ന് എഴുതണം. എന്നിട്ടാണ് 2⁵ ഡിവൈഡഡ് ബൈ 2⁴ എന്ന് എഴുതേണ്ടത്. അതിനുശേഷം അതിൻ്റെ താഴെ വന്നിട്ട് വീണ്ടും 2⁵ - 4 എന്ന് എഴുതണം. എന്നിട്ട് ഈക്വൽ 2⁴. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3⁵7 ഡിവൈഡഡ് ബൈ 3⁵2 ഇൻറ്റു 3⁴. എങ്ങനെയാണ് ചെയ്യാനുള്ളത് നോക്കാം. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 3⁵7 ഡിവൈഡഡ് ബൈ 3⁵2 ഇൻറ്റു 3⁴. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാം? 3⁵7 നമ്മൾ അതേപോലെ എഴുതി. 3⁵7 ആണ് കേട്ടോ. എന്നിട്ട് 3⁵2 + 4. 3⁵2 ഇൻറ്റു 3⁴ എന്നുള്ളത് നമുക്ക് 3⁵2 + 4 എന്ന് എഴുതാം. അടുത്തത് 3⁵7 ഡിവൈഡഡ് ബൈ 3⁵6. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈക്വൽ 3⁵7 - 6. 3⁵7 - 6 എന്ന് പറയുമ്പോൾ 3⁵1. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. 3⁵1 എന്ന് വെച്ചാൽ എന്താണ്? 3 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സോൾവ് ചെയ്തിട്ടുണ്ട്. 3⁵7 ഡിവൈഡഡ് ബൈ 3⁵2 ഇൻറ്റു 3⁴. അപ്പോൾ 3⁵2 ഇൻറ്റു 3⁴ എന്നുള്ളത് 3⁵2 + 4 എന്ന് എഴുതുക. എന്നിട്ട് 3⁵6 എന്ന് എഴുതുക. അതിനുശേഷം 3⁵7 ഡിവൈഡഡ് ബൈ 3⁵6 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എന്നിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് 3⁵7 - 6 എന്ന് എഴുതുക. അതിനുശേഷം ഈക്വൽ 3⁵1. 3⁵1 എന്ന് പറഞ്ഞാൽ 3 എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതെങ്ങനെയാണ് ചെയ്തത് ആൻസറും. അടുത്ത ക്വസ്റ്റ്യൻ 5⁵2 ഇൻറ്റു 5⁴ ഡിവൈഡഡ് ബൈ 5⁵5 ഇൻറ്റു 5⁴. എങ്ങനെയാണ് ചെയ്യാനുള്ളത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 5⁵2 ഇൻറ്റു 5⁴ ഡിവൈഡഡ് ബൈ 5⁵5 ഇൻറ്റു 5⁴. എങ്ങനെ എഴുതാം? ആദ്യം 5⁵2 ഇൻറ്റു 5⁴ എന്നുള്ളത് 5⁵2 + 4 ഡിവൈഡഡ് ബൈ 5⁵5 + 4. ഓക്കെ, ഈക്വൽ 5⁵6 ഡിവൈഡഡ് ബൈ 5⁵9. ഇനി 5 ഇവിടെ എന്താണ് നോക്കണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്തുള്ളത്, അതായത് x⁴m ഡിവൈഡഡ് ബൈ x⁴n ചെയ്യുമ്പോൾ ഇവിടെ n വലുത് m ചെറുത് അല്ലേ? ഇവിടെ 9 ആണ് വലുത്, 6 ചെറുതാണ്. അപ്പോൾ എങ്ങനെ വരും? അപ്പോൾ നമ്മൾ എഴുതാനുള്ളത് 1/x⁴n - m എന്ന് എഴുതണം. അതായത് 1/5⁹9 - 6 എന്ന് എഴുതണം. അതായത് 1/5⁵3. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? 1/5⁵3 ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അടുത്ത നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ 8⁵2 ഇൻറ്റു 8⁵7 ഡിവൈഡഡ് ബൈ 8⁵6 ഇൻറ്റു 8⁵3. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് നാലാമത്തെ ക്വസ്റ്റ്യൻ 8⁵2 ഇൻറ്റു 8⁵7 ഡിവൈഡഡ് ബൈ 8⁵6 ഇൻറ്റു 8⁵3. എങ്ങനെ ചെയ്യാം? 8⁵2 + 7 ഡിവൈഡഡ് ബൈ 8⁵6 + 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 8�9 ഡിവൈഡഡ് ബൈ 8�9. രണ്ടും സെയിം ആണ് അല്ലേ? രണ്ടിൻ്റെയും പവർ, 8ൻ്റെ രണ്ട് ഭാഗത്തുള്ളയും പവർ ഒരേപോലെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 8�9 - 9 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 8�0. 8�0 എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? 1. മനസ്സിലായോ? അത് ഓർത്ത് വെച്ചേക്കണം. ഏതൊരു നമ്പറിൻ്റെയും പവർ 0 ആണെങ്കിൽ അത് എത്രയാണ്? 1 ആണ്. 100⁻0 1 ആണ്. 1000⁻0 1 ആണ്. 123 അതിൻ്റെ ⁻0യും 1 ആണ്. അത് ഓർത്ത് വെച്ചേക്കുക. അത്രേ ഉള്ളൂ. അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 4⁵3 ഇൻറ്റു 4⁵5 ഡിവൈഡഡ് ബൈ 4⁵2 ഇൻറ്റു 4⁵4. അടുത്ത നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 4⁵3 ഇൻറ്റു 4⁵5 ഡിവൈഡഡ് ബൈ 4⁵2 ഇൻറ്റു 4⁵4. അപ്പോൾ 4⁵3 + 5 ഡിവൈഡഡ് ബൈ 4⁵2 + 4. എത്ര കിട്ടും നമുക്ക്? 4⁵5 + 3 8 ഡിവൈഡഡ് ബൈ 4⁵2 + 4 6 എന്ന് കിട്ടും. അപ്പോൾ അത് ചെയ്യുമ്പോൾ 4⁵8 - 6. അപ്പോൾ 4⁵2. നമ്മുടെ ആൻസർ 4⁵2 ആണ്. അടുത്ത ഇതിൻ്റെ അകത്തുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10⁴ ഇൻറ്റു 10⁵5 ഡിവൈഡഡ് ബൈ 10⁶6 ഇൻറ്റു 10⁶7.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ 10⁴ ഇൻറ്റു 10⁵ എങ്ങനെ എഴുതാം? 10⁴ പ്ലസ് 5 ഡിവൈഡഡ് ബൈ 10⁶ ഇൻറ്റു 10�7 10⁶ പ്ലസ് 7. ഓക്കെ, ഇനി 10 അപ്പോൾ എത്ര കിട്ടും? 4 പ്ലസ് 5 9 ഡിവൈഡഡ് ബൈ 10⁻13 എന്ന് കിട്ടും. ഇവിടെ എന്താണ്? താഴെ ഉള്ളതാണ് വലുത് അല്ലേ? അപ്പോൾ നമ്മൾ 1/x⁻n - m എന്നുള്ളതല്ലേ, ആ ഒരു ഫോർമുലയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 10ൻ്റെ മുകളിലത്തെ പവർ ചെറുതും 10ൻ്റെ താഴത്തെ പവർ വലുതുമാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 1/10⁻13 - 9 ചെയ്യുക. അപ്പോൾ 1/13 - 9 ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 10⁴ ഇതാണ് നമ്മുടെ ആൻസർ. 1/10⁴ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ, വാട്ട് പവേഴ്സ് ഓഫ് 1/5 ഡു വി ഗെറ്റ് ഓൺ ഡിവൈഡിങ് 5⁻6 by 5⁻10? അതായത് ഈ 5⁻6നെ 5⁻10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് 5⁻6 ഡിവൈഡഡ് ബൈ 5⁻10 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 1/5ൻ്റെ ഏത് പവർ ആയിരിക്കും കിട്ടുന്നത്, ഏത് കൃതിയായിരിക്കും കിട്ടുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ 5⁻6നെ 5⁻10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് ആൻസർ, അത് തന്നെയാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് ആ 5ൻ്റെ പവർ എത്രയാണ് വരുന്നത്. ഓക്കെ, 5⁻6നെ നമ്മൾ 5⁻10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നോക്കാനുള്ള കാര്യം എന്താണ്? ഇവിടെ 5ൻ്റെ മുകളിലത്തെ പവർ ചെറുതും 5ൻ്റെ താഴത്തെ, അതായത് ഡിനോമിനേറ്ററിലുള്ള 5ൻ്റെ പവർ വലുതുമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാനുള്ളത്. 1/5 എന്താണ് 10 - 6 ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് 1/5⁴ എന്ന് കിട്ടും. മനസ്സിലായോ? 10 - 6 ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 5ൻ്റെ പവർ എത്രയാണ്? 4 ആണ്. ഇവിടെ 1/5ൻ്റെ പവർ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 1ൻ്റെ എത്ര വലിയ നമ്പർ കൊണ്ട് റേസ് ടു ചെയ്താലും നമുക്ക് എത്രയേ കിട്ടുള്ളൂ? 1 എന്നല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് 1/4 എന്ന് എഴുതി കൂടെ, ഡിവൈഡഡ് ബൈ 5⁴. അതായത് 1/5⁴. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 1/5ൻ്റെ ഇവിടുത്തെ പവർ എത്രയാണ്? 4. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് ദി നമ്പർ ഗോട്ട് ഓൺ ഡിവൈഡിങ് 10⁸ by 10⁻10? 10⁸ സോറി 10⁻10 അല്ല, 10⁻12. 10⁻8നെ 10⁻12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെസിമൽ ഫോം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ദശാംശ രൂപത്തിൽ എഴുതണം നമുക്ക് കിട്ടുന്ന ആ നമ്പറിന്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യാനുള്ളത് നോക്കാം. 10⁸ നമ്മൾ 10⁻12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഇവിടെ നമ്മൾ നേരത്തെ പോലെ എന്താണ് പ്രശ്നം? താഴെയുള്ളത് വലുതും മുകളിലുള്ളത് ചെറുതുമാണ്. അപ്പോൾ നമ്മൾ എഴുതാനുള്ളത് 1/10⁻12 - 8 ആണല്ലോ. ഇനി നമുക്ക് എത്ര ആൻസർ കിട്ടും? അപ്പോൾ 1/12 8 കുറച്ചാൽ നമുക്ക് 10⁻4 എന്ന് കിട്ടും. അപ്പോൾ 1/10⁻4. 1/10⁻4 എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് 1/10 × 10 ആണല്ലോ. അപ്പോൾ 1/10 × 10 × 10, അതായത് 4 പ്രാവശ്യം നമ്മൾ 10നെ ഗുണിക്കണം. അപ്പോൾ അതായത് 1/1 കഴിഞ്ഞിട്ട് ഈ 4 0 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? 4 0 ഇടാനുള്ള സ്ഥലമില്ല കേട്ടോ. അപ്പോൾ 1/10,000 എന്ന് നമുക്ക് കിട്ടി. ഇത്രയും മനസ്സിലായോ? 1/10,000 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഡെസിമൽ ഫോമിലോട്ട് ആക്കണം. അപ്പോൾ 1/10,000നെ നമുക്ക് എങ്ങനെ ഡെസിമൽ ഫോമിലോട്ടാക്കാം? ഈക്വൽ, അതായത് ഇവിടെ 1 ഉണ്ടല്ലേ, അപ്പോൾ 0 പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 0 പോയിന്റ് ഞാൻ വെറുതെ ഇട്ടതാണ്. അപ്പോൾ 0 4 പോയിന്റ് കഴിഞ്ഞിട്ട് 4 സംഖ്യകൾ ഇവിടെ വേണം. അതായത് ഒരു സംഖ്യ 1 ആണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ബാക്കി ഒരു 3 0യും കൂടെ വേണം. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് 1/10,000നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 4 0 ആണുള്ളത്. അപ്പോൾ ഇവിടെ 4 നമ്പേഴ്സാണ് വേണ്ടത്. മുകളിൽ ഒരു 1 ഉണ്ട്, 1 അതേപോലെ ഇട്ടു, ബാക്കി 3 0 കൂടെ ചേർത്തങ്ങ് എഴുതിയാൽ മതി കേട്ടോ. 0.0001. ഇനി ഇവിടെ 1/10 ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുമെന്നറിയാമോ? ഇവിടെ എത്ര 0 ഉണ്ട്? ഒരേ ഒരു 0 അല്ലേ ഉള്ളൂ. അപ്പോൾ 0.1 എന്ന് കൊടുത്താൽ മതി. കാരണം ഒരു 0 ഉള്ളൂ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരേ ഒരു നമ്പറേ വരാവാം. അത് അവിടെ ഒരു 1 എന്നുണ്ട് നമുക്കിവിടെ. അപ്പോൾ ആ പോയിന്റ് 1 എന്ന് കൊടുത്താൽ മതി. ഇനി ഇവിടെ നമുക്ക് 12 ഡിവൈഡഡ് ബൈ 10 എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ 12 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ
ഇവിടെ വേറെ ഒരു നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ 0.1 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 12 എന്നാണ്. അപ്പോൾ 1.2, അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പരേ വരാവൂ. ഇവിടെയുള്ള നമ്പർ എത്രയാണോ അതിൻ്റെ കൂടെ 1.2 അങ്ങനെ കൊടുക്കുക. മനസ്സിലായോ ഇത് ചെയ്യാനുള്ള എങ്ങനെയാണെന്ന്? വേറൊരു എക്സാമ്പിളൂടെ പറഞ്ഞ 1/1000 ആയിരുന്നെങ്കിലോ നമ്മൾ എങ്ങനെ കൊടുത്തേനെ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. 1/1000 നമ്മൾ എങ്ങനെ ഇവിടെ എഴുതിയേനെ ഡെസിമൽ ഫോമിൽ? നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? 0. ഇവിടെ 3 0 ഉണ്ട് അല്ലേ? അപ്പോൾ 0 0 1 കൂടെ കൊടുക്കുക. അപ്പോൾ 3 പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ. മനസ്സിലായോ ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് നാച്ചുറൽ നമ്പർ ഈസ് ഗോട്ട് ബൈ ഡിവൈഡിങ് 1/2 the whole raised to 5 by 1/2 the whole raised to 8? അതായത് 1/2 the whole raised to 5നെ 1/2 the whole raised to 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എണ്ണൽ സംഖ്യ ഏതാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ 1/2 the whole raised to 5 എന്ന സംഖ്യയെ 1/2 the whole raised to 8 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നോക്കണം. 1/2 the whole raised to 5 divided by 1/2 the whole raised to 8. ഇവിടെ താഴെ ഉള്ളതാണ് വലുത്. 8 ആണല്ലോ വലുത്. x raised to m divided by x raised to n ചെയ്യുമ്പോൾ ഇവിടുത്തെ n ആണ് വലുത്, അതായത് 8 ആണ് വലുത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതാനുള്ളത്? 1 divided by 1/2 the whole raised to 8 minus 5. എഴുതിയത് എല്ലാവർക്കും മനസ്സിലായോ? ഇങ്ങനെ എഴുതിയത് ഈക്വൽ 1 divided by 1/2 the whole raised to 3. ഇതുവരെ എഴുതിയത് എല്ലാവർക്കും മനസ്സിലായോ? അതായത് 1/2 the whole raised to 5 divided by 1/2 the whole raised to 8 എന്നുള്ളതിൽ താഴെയുള്ള ഡിനോമിനേറ്ററിലുള്ള പവറാണ് വലുത്. 8 എന്നുള്ളത് വലുതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് എങ്ങനെ എഴുതാനുള്ളത്? 1/x raised to n minus m. അതായത് 1/2 the whole raised to n എന്ന് പറയുന്നത് 8, 8 minus m എന്ന് പറയുന്നത് 5. അപ്പോൾ നമുക്ക് 1 divided by 1/2 the whole raised to 3 എന്ന് കിട്ടി. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അതായത് നമുക്ക് കിട്ടിയ ആൻസർ 1 divided by 1/2 the whole raised to 3. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 divided by 1/2 into 1/2 into 1/2 ഇങ്ങനെ എഴുതി കൂടെ? അതായത് 1 divided by 1/2, അതായത് 1/2 the whole raised to 3 ആണ്. അപ്പോൾ അതിന് നമ്മൾ 1 divided by 1/2 into 1/2 into 1/2 എന്ന് എഴുതാം. ഇതിന് നമുക്ക് 1 divided by 1/2 1/2 1/2നെ മൊത്തം ഗുണിക്കുമ്പോൾ നമുക്ക് 1/8 എന്ന് കിട്ടും. എങ്ങനെയാണ്? 1 into 1 into 1 1, 2 into 2 into 2, 2 into 2 4, 4 into 2 8. അങ്ങനെയാണ് നമ്മൾ 1/8 എന്ന് എഴുതിയേക്കുന്നത്. മനസ്സിലായോ? ഇനി ഇവിടെ നമ്മൾ 1 divided by 1/8 ആണല്ലോ നമുക്കിവിടെ ചെയ്യേണ്ടത്. ഒരു 1 എന്ന് പറയുന്ന ഈ നമ്പറിനെ 1/8 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? 8ൻ്റെ നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് നമ്മൾ 1 into 8 ഇവിടെ എഴുതാൻ സ്ഥലമില്ല കേട്ടോ, ഇവിടെ എഴുതാം കേട്ടോ. 1 into 8 divided by 1. 1/8ൻ്റെ റെസിപ്രോക്കൽ 8 divided by 1 ആണല്ലോ. അപ്പോൾ 1 into 8 divided by 1. ഇതെന്ന് പറയുന്ന ഒരു ഫാക്റ്റാണ്. എന്തെന്നറിയാമോ? ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഭാഗിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ ഏതാണോ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് അതുകൊണ്ട് ഗുണിച്ചാൽ മതിയാകും കേട്ടോ. അതായത് 1 divided by 1/8 ചെയ്യുന്നതിന് പകരം 1 into 8 divided by 1 ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 1/8ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 8 divided by 1 ആണ്. അപ്പോൾ 1 into 8/1, അതായത് 1 into 8. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ 8 എന്ന് കിട്ടും. 8 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ ഇതെങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന്? അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ വാട്ട് നാച്ചുറൽ നമ്പർ ഷുഡ് 0.25 the whole raised to 6 be multiplied to get 0.25 the whole raised to 4? അതായത് 0.25 the whole raised to 6 എന്ന നമ്പറിൻ്റെയോട് ഏത് നാച്ചുറൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 0.25 the whole raised to 4 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ന് പറയുന്നത് 0.25 the whole raised to 6ൻ്റെ കൂടെ
ഏതോ ഒരു നാച്ചുറൽ നമ്പർ എക്സ് എന്ന് എടുക്കാം. അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 0.25 ദ ഹോൾ റേസ് ടു 4 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എക്സ് എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിനെ അവിടെ തന്നെ ഇട്ടു. ഈക്വൽ ടു അവിടെ പോയി എഴുതി. ഈക്വൽ ടു കഴിഞ്ഞിട്ട് 0.25 ദ ഹോൾ റേസ് ടു 4 ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നോക്ക്, ഇവിടുത്തെ ഈ 0.25 ദ ഹോൾ റേസ് ടു 6 എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെ ഗുണിച്ചേക്കാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ഈക്വലിൻ്റെ ഇപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? ഡിവിഷനായി മാറും. അതായത് 0.25 ദ ഹോൾ റേസ് ടു 6 ഇങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അതായത് ഇവിടെ നമ്മൾ 0.25 ദ ഹോൾ റേസ് ടു 4നെ ഡിവൈഡഡ് ബൈ 0.25 ദ ഹോൾ റേസ് ടു 6 ചെയ്താൽ നമുക്കിവിടെ എക്സിൻ്റെ ആൻസർ കിട്ടും. മനസ്സിലായോ? ഇത്രയും പോർഷൻസ്. ഇനി നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. 0.25 ദ ഹോൾ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 0.25 ദ ഹോൾ റേസ് ടു 6. എങ്ങനെയാണ്? താഴെയുള്ളത് വലുതാണ്, മുകളിലുള്ളത് ചെറുതാണ്. അപ്പോൾ നമുക്ക് എഴുതാനുള്ളത് 1/0.25 ദ ഹോൾ റേസ് ടു 6 മൈനസ് 4 അല്ലേ. 1/x റേസ് ടു n മൈനസ് m എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 0.25 ദ ഹോൾ റേസ് ടു 6 മൈനസ് 4 ഇത് ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/0.25 ദ ഹോൾ റേസ് ടു 6 മൈനസ് 4 ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 1/0.25 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഈ 0.25 എന്നുള്ളത് ഏത് നമ്പറാണ്? 0.25 എന്നുള്ളത് 1/4 അല്ലേ. 0.25 1നെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് 0.25 എന്നുള്ള ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ 1/4 എന്ന് എഴുതാം. 0.25നെ 1/4 എന്ന് എഴുതാം. 1/4 ദ ഹോൾ സ്ക്വയർ. 1/4 ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്കിതെങ്ങനെ ചെയ്യാം? 1/1/4 ദ ഹോൾ സ്ക്വയർ ഇതാണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പം 1/1/4 ഇൻറ്റു 1/4 അതായത് 1 ഡിവൈഡഡ് ബൈ 1/4 ഇൻറ്റു 1/4 ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 16. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1/16 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതെങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ 1/16 ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? 1നെ 16ൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാൽ മതി. 1/16ൻ്റെ റെസിപ്രോക്കൽ അതായത് 1 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 1 ഇങ്ങനെ ചെയ്തൂടെ? നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ 1 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 1 അതായത് 1 ഇൻറ്റു 16 ആൻസർ നമുക്ക് 16 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 16. അതായത് നമ്മൾ 0.25 ദ ഹോൾ റേസ് ടു 6നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏതാ കിട്ടുന്നത്? 0.25 ദ ഹോൾ റേസ് ടു 4 എന്ന് പറയുന്ന നമ്പർ കിട്ടും എന്നാണ് നമ്മളിതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 16 16. ഇനി ഈ 1/4 എന്ന് പറയുന്നത് 0.25ന് ഈക്വൽ ആണ് എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. 1/4 എങ്ങനെ ചെയ്യണത്? 1 ഡിവൈഡഡ് ബൈ 4 ആണല്ലോ. അപ്പോൾ 1 കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു പോയിൻ്റ് കൊടുത്തിട്ട് 10. അപ്പോൾ 4ൽ എത്ര പ്രാവശ്യമാണ്? 4 ഇൻറ്റു 1 4 4 ഇൻറ്റു 2 8. അപ്പോൾ 2 പ്രാവശ്യം 8. 10ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ വീണ്ടും ഒരു 0 കൊടുക്കും. ഒരു 0 കൊടുക്കണമെങ്കിൽ ഇവിടെ യാതൊരുവിധ വ്യത്യാസവും വരുത്തണ്ട. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ 20 എത്ര പ്രാവശ്യമാണ്? 4 ഇൻറ്റു 1 4 4 ഇൻറ്റു 2 8 4 ഇൻറ്റു 3 12 4 ഇൻറ്റു 4 16 4 ഇൻറ്റു 5 20. അപ്പോൾ 5 അപ്പം 20. ഓക്കെ 0 0. ഓക്കെ മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 0.25 എന്ന് കിട്ടിയോ? 0.25 ഇതാണ് നമ്മുടെ ആൻസർ 1/4 ചെയ്യുമ്പോൾ. മനസ്സിലായല്ലോ?